രാവിലെ എണീറ്റപ്പോഴേ നല്ല അടിപൊളി മഴ. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. മഴയൊക്കെ ഒന്ന് തുറന്നപ്പോൾ ഞാനും അച്ഛനും കൂടെ റംബൂട്ടാൻ പറിക്കാനായിട്ട് ഇറങ്ങി. കുറേ ദിവസമായിട്ട് അച്ഛനും അമ്മയും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വന്നിട്ട് മതി, എനിക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനതിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ശരിക്കും കുറേയൊക്കെ പഴുത്തുപോയി. അണ്ണാനും കിളിയും ഒക്കെ വന്ന് കുറേ കഴിച്ചു. എന്നാലും നമുക്കുള്ളത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവനാണ് കുഞ്ഞൻ. ഇവൻ സ്ഥിരം നമ്മുടെ റംബൂട്ടാനിൽ റംബൂട്ടാൻ കഴിക്കാനായിട്ട് വരാറുണ്ട്. ഈ അണ്ണാന് ഞാനിട്ട പേരാണ് കുഞ്ഞൻ. ഇതൊരു നാടൻ ടൈപ്പ് റംബൂട്ടാനാണ്. ശരിക്കും ഇതിൻ്റെ ഒരു ആൺമരവും പെൺമരവും ഉണ്ടെങ്കിൽ ഇത് കൂടുതൽ കായ്ക്കും. ഇവിടെ 2 മരമുണ്ടായിരുന്നു, ഒരു ആൺമരവും പെൺമരവും. പക്ഷേ കഴിഞ്ഞിടയ്ക്ക് അച്ഛൻ ആ ഒരു ആൺമരം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അതിൽ പിന്നെയാണ് ഇതിലിപ്പം ഭയങ്കരമായിട്ട് കായ കുറഞ്ഞത്. കഴിഞ്ഞ തവണയൊക്കെ ഇതിലും ഒരുപാട് കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഓമയ്ക്കാമരമാണ്, അഥവാ പപ്പായ. അപ്പം ഇതിലും കുറേ കായ്കളൊക്കെ ഉണ്ട്. പക്ഷേ ഓമയ്ക്ക എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ അതിലോട്ട് അധികം ശ്രദ്ധിക്കാറില്ല. ഇത് നമ്മുടെ വീട്ടിലെ ചുവന്ന പേരയ്ക്കാണ്. ഇത് വലിയ വലിപ്പമൊന്നും വെക്കില്ല, പക്ഷേ ഇതിന് നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. വീണ്ടും മഴപ്പുറത്ത് തകർത്ത് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കെൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു വ്യൂ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ ഇടാറുണ്ട്. അങ്ങനെ മഴയൊക്കെ ഒന്ന് തുറന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് അഞ്ജലിയും കൂട്ടി നാട് ചുറ്റാനെന്നിറങ്ങി. അപ്പോൾ വെൽക്കം ടു എൻ്റെ നാട്. അപ്പോൾ ഇതാണ് എൻ്റെ നാട്. സോറി, ഫസ്റ്റ് തന്നെ അട്ടയുടെ ക്ലിപ്പായി പോയി വന്നത്. ഇനി ഞാനത് എഡിറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. ഇതാണ് എൻ്റെ നാട്. ഞങ്ങൾ കുറച്ചധികം നടന്നപ്പോഴത്തേക്ക് വീണ്ടും മഴ പൊടിഞ്ഞു തുടങ്ങി. ഇതെല്ലാം നമ്മുടെ വീടിനടുത്തെ റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ടുള്ള കുറച്ച് വ്യൂസാണ്. എനിക്കിങ്ങനെ നാട് ചുറ്റി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒറ്റയ്ക്ക് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങി നടക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, പ്രത്യേകിച്ചും എൻ്റെ നാട്ടിൽ. ഇതാണ് നെക്സ്റ്റ് സ്പോട്ട്. കണ്ടാൽ ഒരു കാവിൻ്റെ ഫീലൊക്കെ ഉണ്ടെങ്കിലും ഇത് ശരിക്കും കാവൊന്നുമല്ല. പിന്നെ ഞങ്ങൾ ഒരു കാവിൻ്റെ ആംബിയൻസിൽ ഒരു റീലൊക്കെ ഷൂട്ട് ചെയ്ത് ഇടാമെന്ന് കരുതി. കണ്ടില്ലേ, ഇവിടെ കണ്ട ഒരു കാവിൻ്റെ ഫീലൊക്കെ തോന്നുന്നില്ലേ, ഇടതൂർന്ന മരങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ കുടയൊക്കെ ഉപേക്ഷിച്ച് മഴ നനയാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നമ്മുടെ അനന്തഭദ്രം BGM ഇട്ടങ്ങ് പോസ്റ്റാന്ന് കരുതി. നമ്മുടെ ഓരോ മൊമെൻറ്റും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എൻജോയ് ചെയ്യുക, അതാണ് എൻ്റെ പോളിസി. കാരണം നമുക്കിപ്പോൾ കിട്ടുന്ന ഈ ഒരു മൊമെൻറ്റും ഈ ഒരു സിറ്റുവേഷനും ഒന്നും നാളെ കിട്ടണമെന്നില്ല. ഇത് തന്നെയാണ് ഒരു എക്സാമ്പിൾ. ഈ ഒരു പ്ലേസിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണിത്. പക്ഷേ ഇതിങ്ങനെ ക്ലീൻ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ഇഴജന്തുക്കളുടെയും പാമ്പിൻ്റെയും ഒക്കെ ശല്യം വരണ്ടാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തിട്ടേ പറ്റുള്ളൂ. അടുത്തൊക്കെ വീടുകളുള്ളതാണ്. സോ ഇതൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇതെൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. അങ്ങനെ വീട്ടിലെത്തി ഫ്രഷായി നൈറ്റ് ഫാമിലിയോടൊപ്പം ഒരു ഔട്ടിങ്. കാര്യമായിട്ടൊന്നുമില്ല, ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ ഒന്ന് ടൗൺ വരെ പോയി ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് തിരിച്ചു പോന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം.